മാം ഞാൻ ഏതാ എടുക്കുക, IELTS എടുക്കണം എന്നുണ്ട്, IELTS എക്സാം എടുക്കണം, പക്ഷേ ഏതെടുക്കണം, ഞാൻ ജനറൽ എടുക്കണോ അതോ ആക്കഡമിക് എടുക്കണോ? So this is a common question that comes in among the students. Okay, so what is general, what is academic, what is the difference between general as well as academic? അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് വരുന്നില്ല, നമുക്കൊന്നൊരു ക്ലാരിറ്റി വരുത്താം. Okay, so hi everyone, welcome back to Jovis Perfect Academy. So today I am back with another video which is regarding general versus academic. അതായത് IELTSലെ രണ്ട് മെയിൻ ടൈപ്സ് ആണ് വരുന്നത്, ജനറൽ ആൻഡ് ആക്കഡമിക്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ജനറൽ. ജനറൽ തന്നെ റീഡിംഗ് മൊഡ്യൂളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ്, നമുക്ക് എന്താണ് ജനറലും ആക്കഡമിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമുക്കറിയണം, റൈറ്റ്? സോ ജനറൽ എന്ന് പറയുന്നത് ഇസ് ബേസിക്കലി യൂസ്ഡ് ഫോർ എ ടെസ്റ്റ് റിയൽ ലൈഫ് ഇംഗ്ലീഷ്. വർക്ക് വിസയ്ക്ക് പകരം നമുക്ക് വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, PR-ന് വേണ്ടി യൂസ് ചെയ്യാം, ഫോർ യുവർ മൈഗ്രേഷൻ പർപ്പസസ്. ആക്കഡമിക്സ് ഇസ് പ്യൂർലി ബേസ്ഡ് ഓൺ ഫർദർ സ്റ്റഡീസ്. ഓക്കെ, പുറത്തേക്ക് പോകാൻ ആഗ്രഹമുള്ള കുട്ടികൾ, പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കാണ് പൊതുവേ നമ്മൾ ആക്കഡമിക് പ്രിഫർ ചെയ്യുന്നത്. അതല്ലാത്ത ആൾക്കാർക്ക് ജോബ് റിലേറ്റഡ് ആണെങ്കിൽ, അതായത് വർക്ക് വിസാസ്, മൈഗ്രേഷൻ പർപ്പസസ് ആൻഡ് ഫോർ ദെയർ PR, ഇതിനാണ് നമ്മൾ ജനറൽ കാറ്റഗറി പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഡസ് ഇറ്റ് ടെസ്റ്റ്? ഇറ്റ് ടെസ്റ്റ് റിയൽ ലൈഫ് ഇംഗ്ലീഷ്. നമ്മുടെ ഫോർമാലിറ്റി ഒന്നും ഇവിടെ നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്, നമുക്ക് വെദർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ അതർ പേഴ്സൺ സ്പീക്സ്, ആ രീതിയിലുള്ള കാര്യങ്ങളുള്ള കോണ്ടെക്സ്റ്റുകളാണ് നമ്മൾ പൊതുവേ ജനറൽ IELTSലേക്ക് കടക്കുമ്പോൾ വരുന്നത്. ഓക്കെ, നൗ ഇറ്റ് ഫോക്കസസ് ഓൺ നോട്ടീസസ്, അഡ്വർടൈസ്മെൻറ്റ്, വർക്ക് പ്ലേസ് ഡോക്യുമെൻറ്റ്സ്. നോട്ടീസസ്, അഡ്വർടൈസ്മെൻറ്റ്, വർക്ക് പ്ലേസ് ഡോക്യുമെൻറ്റ്സ്. ഇതൊക്കെ എവിടെയാണ് വരിക? പൊതുവേ ഇതെല്ലാം വരുന്നത് നമ്മുടെ റീഡിംഗ് മൊഡ്യൂളിലാണ്. IELTS ആക്കഡമിക്കും ജനറലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇസ് ഓൺലി ദർ ഇൻ കേസ് ഓഫ് യുവർ റീഡിംഗ് മൊഡ്യൂൾ ആസ് വെൽ ആസ് യുവർ റൈറ്റിംഗ് ടാസ്ക് 1. ആക്കഡമിക്കിൽ റീഡിംഗ് മൊഡ്യൂൾ ഞാൻ പറഞ്ഞ പോലെ we've already discussed that before, that was regarding എന്താ പറയുക, ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് ആയിരിക്കാം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ ജനറൽ പാർട്ട്, അവിടെ വ്യത്യാസം വരുന്നത് നോട്ടീസസ്, അഡ്വർടൈസ്മെൻറ്റ്സ്, വർക്ക് പ്ലേസ് ഡോക്യുമെൻറ്റ്സ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും വരുന്നത്. ഓക്കെ, നൗ റൈറ്റിംഗ് ടാസ്ക് 1ൻ്റെ കാറ്റഗറിയിലേക്ക് എടുക്കുകയാണെങ്കിൽ, ജനറൽ റൈറ്റിംഗിലേക്ക് എന്തായിരിക്കും, നമുക്ക് ഇമെയിൽ ലെറ്റർ ഫോമാറ്റ് ആണ്, ലെറ്റർ റൈറ്റിംഗ് ആയിരിക്കും ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. ആക്കഡമിക്കിൽ എന്തായിരിക്കും? ആക്കഡമിക്കിൽ നമ്മൾ ചെയ്യുന്നത് വിഷ്വൽ പ്രസൻറ്റേഷൻ. ആ വിഷ്വൽ നമ്മൾ explain ചെയ്യാണ് ചെയ്യുന്നത്, മേ ബി എ ബാർ ചാർട്ട് ഓർ എ പൈ ചാർട്ട് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ് ഗിവൻ. ഓക്കെ, നൗ അറ്റ് ടൈംസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസി ഏതാണെന്ന് ചോദിക്കും. ആക്കഡമിക്കിനെക്കാട്ടും ഈസിയാണ് ജനറൽ. യെസ്, ഐ ഡു എഗ്രി വിത്ത് ദാറ്റ്, ബട്ട് ദ തിങ് ഇസ് ഇറ്റ് നീഡ്സ് പ്രോപ്പർ സ്ട്രാറ്റജി. വെറുതെ വായിച്ച് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള രീതി നടക്കില്ല അവിടെ. സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇൻ കേസ് ഓഫ് ജനറൽ റീഡിംഗ്. ഓക്കെ, നൗ മൊഡ്യൂൾ ഫോർമാറ്റ് എങ്ങനെയാണ്? ജനറൽ റീഡിംഗ് യു ഹാവ് 3 സെക്ഷൻസ്. എല്ലാം കൂടി എങ്ങനെ വരുന്നു? 40 questions and your duration would be 60 minutes. അതായത് 1 hour duration. 1 hour durations you will have to complete the 3 sections. You have to read the 40 questions. You have to answer those 40 questions. Okay, no extra time. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു IELTSൻ്റെ ഏത് മൊഡ്യൂൾ ആയിക്കോട്ടെ, വൺസ് എ ടൈം ലിമിറ്റ് ഇസ് ഗിവൻ, അത് അങ്ങനെ തന്നെ നിൽക്കണം. അത് കഴിഞ്ഞൊരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ യൂഷ്വലി എക്സാം മാം 1 minute എന്നൊക്കെ പറയാൻ ഇവിടെ പറ്റില്ല. ടൈംസ് അപ്പ്, പെൻസ് ഡൗൺ, that's it. Okay, so sharp 1 hour, that is 60 minutes is given. You will have to complete the 3 sections and the 40 questions. Okay, now so what is very important thing that you have to take into consideration is that time management is very essential when it comes to your reading part. നമുക്ക് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 1 hour മീതെ നിങ്ങളുടെ റീഡിംഗ് മൊഡ്യൂളിലേക്ക് കടക്കുകയും ചെയ്യും. യു വോണ്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ്, യു വോണ്ട് ബി ഏബിൾ ടു സ്കോർ എ വെരി ഗുഡ് മാർക്ക്. ഓക്കെ, നൗ the next one, section wise breakdown ആണ്. ഓരോ സെക്ഷനിലും എന്താണ് വരുന്നത്? ഓക്കെ, സോ സെക്ഷൻ 1ൽ വരുന്നത് സോഷ്യൽ സർവൈവൽ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടെക്സ്റ്റ്, നോട്ടീസസ്, ആഡ്, ടൈം ടേബിൾസ്, any one of these might come. Okay, so maybe ഒരു let's say for example നമുക്ക് എന്തെങ്കിലും ഒരു നോട്ടീസ് തന്ന്, ഒരു അക്കോമഡേഷൻ്റെ കാര്യമായിരിക്കാം, ചില ഫ്ലാറ്റ്സിൻ്റെ കാര്യമായിരിക്കാം, അതൊരു ബ്രോഷർ പോലെ തന്നിട്ടുണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യു വിൽ ഹാവ് ടു റീഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദി ആൻസേഴ്സ്. ഓക്കെ, സോ ദിസ് ഇസ് somewhat easy. Section 1, it's very easy to score full mark in
സെക്ഷൻ 1. ഓക്കെ, നൗ സെക്ഷൻ 2 എന്ന് പറയുന്നത് വർക്ക് പ്ലേസ് സർവൈവൽ ആണ്. ജോബ് ആഡ്സ്, കമ്പനി റൂൾസ്, മാനുവൽസ്, എറ്റിക്കറ്റ്സ്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സെക്ഷൻ 2 വരുന്നത്. എഗെയിൻ ആസ് ഐ സെഡ്, ഓൾ ദീസ് തിങ്സ് ആർ റിലേറ്റഡ് ടു ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഓക്കെ, സെക്ഷൻ 3 is a bit longer passage. General interest topic ആണ് and the most difficult topic or the most difficult section. ഇപ്പം ആക്കഡമിക് റീഡിങ്ങിലായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തേർഡ് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. സെയിം വൈസ് ഹിയർ ഓൾസോ, സോറി, സെയിം വൈസ് ഇവിടെയും അതെ. സെക്ഷൻ 3 കുറച്ച് ഡിഫിക്കൽട്ടാണ്, നമ്മളതിനനുസരിച്ചിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. ഓക്കെ, നൗ ഡിഫിക്കൽട്ടി ലെവൽ ഞാൻ പറഞ്ഞു. സെക്ഷൻ 1 is very easy to score. സെക്ഷൻ 2 moderate ആണ്. സെക്ഷൻ 3 ഡിഫിക്കൽട്ട്. ബട്ട് വിത്ത് കറക്റ്റ് സ്ട്രാറ്റജി, ആ കറക്റ്റ് സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ IELTSൻ്റെ ഈ ജനറൽ റീഡിംഗ് മൊഡ്യൂൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ സ്കോർ മാക്സിമം ഇൻ സെക്ഷൻ 1 and 2. Believe me, with the correct strategy, you can score very good mark in section 1 and 2. അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. അതിന് എന്താ വേണ്ടത്? റീഡിംഗ് എന്ന് പറഞ്ഞാൽ കുത്തിയിരുന്ന് നമ്മൾ മൊത്തം A to Z വരെ വായിക്കുക. ദാറ്റ് ഈസ് നോട്ട് ഡൺ ഇൻ കേസ് ഓഫ് യുവർ റീഡിംഗ് മൊഡ്യൂൾ. യു ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ് ബിക്കോസ് യു ഹാവ് ടു റീഡ് ദ 3 sections. എല്ലാത്തിനും കൂടി നമുക്ക് ആ ടൈം അവിടെ കിട്ടില്ല നമുക്ക്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടൈപ്സ്. Same like in academic, we have different question types in general also, somewhat like the same. Matching information, true, false, not given. Multiple choice questions under, sentence completion under, short answer question types, matching headings, rarely വരുന്ന ഒരു question type ആണ് general. Okay, now എല്ലാത്തിലും യൂസ് ചെയ്യേണ്ടത് സെയിം സ്കില്ലാണ്. സെയിം സ്കിൽ ടു ബി യൂസ്ഡ് ബട്ട് ഇൻ ഡിഫറെൻറ്റ് ഫോർമാറ്റ്. ഓക്കെ, അതെന്താണ് എന്നുള്ളത് once you go through the slides you'll understand. Okay, now so once again different question types ഏതൊക്കെയാണ്? മാച്ചിങ് ഇൻഫർമേഷൻ, ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. ഈ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഏത് പാരഗ്രാഫിലാണ് കിടക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ എവിടെയാണ് കിടക്കുന്നത്, യു ഹാവ് ടു റൈറ്റ് ഡൗൺ. അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് പോവുക. ട്രൂ, ഫാൾസ്, നോട്ട് ഗിവൻ, വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്, ട്രൂ. കോൺട്രാസ്റ്റ് ആണെങ്കിൽ ഫാൾസ്. ഇഫ് നോ ഇൻഫർമേഷൻ ഇസ് ഗിവൻ, ദാറ്റ് ഇസ് നോട്ട് ഗിവൻ കാറ്റഗറി. Sentence completion, short answer questions, 1 word, 2 word, no more than 3 words. IELTSൻ്റെ റീഡിംഗ് മൊഡ്യൂളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനും ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻസ് വിൽ ബി പ്രൊവൈഡഡ്. നമ്മൾ ആ ക്ലിയർ കട്ട് ഇൻഫർമേഷൻ ഫോളോ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒപ്പീനിയൻ ഉണ്ടാക്കാനും നമ്മുടേതായ രീതിയിൽ എഴുതാനും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കോറിങ് അവിടെ കിട്ടില്ല. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. കോമൺ സ്റ്റുഡൻറ്റ് മിസ്റ്റേക്സ്. എന്താ പറയുക, റീഡിങ് കിട്ടി, വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാം. ഏറ്റവും നമ്പർ 1 മിസ്റ്റേക്ക്, റീഡിങ് ദ ഹോൾ പാസേജ് ഫസ്റ്റ്. വൺസ് യു ഗെറ്റ് ദ പേപ്പർ, ഫസ്റ്റ് തിങ് വായിച്ചുണ്ടാക്കുക. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ടൈം പോകുന്നത് അറിയില്ല. ആൻഡ് എഗെയിൻ ദാറ്റ് ഈസ് ഡീപ്പ് റീഡിങ്. ഡീപ്പ് റീഡിങ്ങിലേക്കാണ് ആദ്യം തന്നെ കിടക്കുന്നത്. ഡീപ്പ് റീഡിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് സമയം പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. So be very careful, don't do that. Reading the whole passage, reading word by word വായിക്കുക. ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എഗെയിൻ വേസ്റ്റേജ് ഓഫ് ടൈം ആണ്. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. ഓക്കെ, പുവർ ടൈം മാനേജ്മെൻറ്റ്, ഇത് രണ്ടും ചെയ്ത് വരുമ്പോഴേക്കും തന്നെ നമുക്ക് നമ്മുടെ ടൈം കയ്യിൽ നിന്ന് പോവാണ്. ആ ഒരു 1 hour നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളൊരു യാതൊരു വിധ ഐഡിയ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ആൻഡ് ലിവിങ് ബ്ലാങ്ക്സ്, ഇഫ് യു ഡോണ്ട് ലൈക്ക് ഒരു ആൻസർ കിട്ടിയില്ല, അത് നമുക്ക് കുത്തിയിരുന്നു എന്നിട്ടും കിട്ടിയില്ല, ബട്ട് ദെൻ യു ആർ മൂവിങ് ഓൺ ഫ്രം ദാറ്റ്, പിന്നെ അതിനെപ്പറ്റി തിരിച്ചു നോക്കുന്നില്ല. ഡോണ്ട് ഡു ദാറ്റ്. മാക്സിമം നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഗെസ് വർക്കെങ്കിലും ചെയ്ത് നോക്കുക. ബ്ലാങ്ക്സ് ലീവ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. ഓക്കെ, IELTS ആക്ച്വലി ലുക്ക് ഇൻ ടു ദ സ്മാർട്ട് റീഡിങ്, നോട്ട് സ്ലോ റീഡിങ്. ഡീപ്പായിട്ട് വായിച്ചു പോകുന്നതിന് പകരം നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് ഇൻഫർമേഷനുണ്ട്, ഓക്കെ, കുറച്ച് കീവേഡ്സ് ഉണ്ട്, ഹൗ യു ആർ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ, ദിസ് ഈസ് വാട്ട് ദേ ലുക്ക് ഫോർ. ഓക്കെ, സോ ഫോർ ദാറ്റ് വാട്ട് യു ഹാവ് ടു ഹാവ്, നമ്മുടെ കയ്യിൽ a good set of vocabulary, you should know the synonym, you should know what is paraphrased version. ഇതെല്ലാം നന്നായിട്ട് അതിൻ്റെ ഒരു നോളജ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, now the best ever strategy, skimming versus scanning. Okay,
സ്കിമ്മിങ് വേഴ്സസ് സ്കാനിങ്, ഇതിൽ ഏതാ നല്ലതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സ്കിമ്മിങ് മാത്രം ചെയ്താൽ മതിയോ, സ്കാനിങ് മാത്രം ചെയ്താൽ മതിയോ? ഇത് ഓരോന്നൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഡൗട്ടാണ്, വിച്ച് ഈസ് വെരി സിലി ആക്ച്വലി, ബിക്കോസ് ഈ രണ്ട് സ്ട്രാറ്റജിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു നേരത്തെ ക്വസ്റ്റ്യൻ ടൈപ്സ് തന്നിട്ടുണ്ട്, പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് രണ്ടും യൂസ് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാവും. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യു ഗെറ്റ് യുവർ പാസേജ്, you quickly read the passage. Okay, you quickly read the passage to understand the main idea. വേർഡ് ബൈ വേർഡ് അല്ല വായിക്കുന്നത്, നമ്മൾ ഇന്നർ മീനിങ്ങിലേക്കൊന്നും അവിടെ കടക്കുന്നില്ല. സാധാരണ രീതിയിൽ നമുക്കൊരു ബുക്ക് കിട്ടി, നമ്മളൊന്ന് വേഗത്തിൽ അതിൻ്റെ പിൻഭാഗം വായിച്ചു നോക്കി കഴിഞ്ഞാൽ യു ഗെറ്റ് എ ബേസിക് ഐഡിയ ഓഫ് വാട്ട് ദ ബുക്ക് ഇസ് അബൌട്ട്, റൈറ്റ്? സെയിം തിങ് ഇവിടെ ആ പാസേജ് ഒന്ന് ജസ്റ്റ് ഓടിച്ച് വായിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസേജ് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ കിട്ടി. ദെൻ യുവർ സ്കിമ്മിങ് ഇസ് ഡൺ. സ്കാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്കാനിങ് എന്ന് പറയുന്നത് എന്താ? ലുക്കിംഗ് ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചു, യു ഹാവ് അണ്ടർലൈൻ ദ കീവേഡ്സ്, ദാറ്റ് ഇസ് യുവർ കീവേഡ്, ദാറ്റ് ഇസ് യുവർ മെയിൻ പോയിന്റ്. ഓക്കെ, സോ ആ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾ പാസേജിൽ നോക്കുന്നുണ്ടാവുക. സോ അതാണ് സ്കാനിങ്ങിൽ, ലുക്കിംഗ് ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ ഇൻ ദ പാസേജ്. എങ്ങനെ, എന്തൊക്കെയായിരിക്കാം? നെയിംസ് ആവാം, ഇറ്റ് ക്യാൻ ബി നമ്പേഴ്സ്, ഇറ്റ് ക്യാൻ ബി ഡേറ്റ്സ്, എനിത്തിങ്. ഓക്കെ, സോ these are the things that you have to look for when it comes to your looking for your specific information. Okay, now as I said, you have to use both the skills together, not just one. Depending upon the question type, നമ്മൾ രണ്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ഒന്നിനെ ബേസ് ചെയ്തെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരൊറ്റ സ്ട്രാറ്റജീനെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യം നടന്നോളണമെന്നില്ല. ഓക്കെ, now smart reading strategy. What I tell my students is that ഓക്കെ, ടു ഈച്ച് ആൻഡ് എവ്രി വൺ, അത് അവർക്ക് അവരുടേതായ രീതിയിലായിരിക്കാം. ഇപ്പം ഞാൻ ടാക്കിൾ ചെയ്യുന്ന വേലായിരിക്കില്ല വേറൊരാൾ ടാക്കിൾ ചെയ്യുന്നത്. ഓക്കെ, സോ ബട്ട് വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് ദാറ്റ് റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒരു 1 to 2 minutes ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ, അണ്ടർലൈൻ ദ കീവേഡ്സ്. ബിലീവ് മീ, ദാറ്റ് ഹെൽപ്സ് യു എ ലോട്ട്. ഓക്കെ, റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്, അണ്ടർലൈൻ ദ കീവേഡ്സ്, ദെൻ സ്റ്റാർട്ട് സ്കാനിങ് ഫോർ ആൻസേഴ്സ്. സ്കിമ്മിങ് ആദ്യമേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റീഡ് ദ ക്വസ്റ്റ്യൻ, അണ്ടർലൈൻ ദ കീവേഡ്സ്. പിന്നെ നമ്മൾ സ്കിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ കീവേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നൊരു ഏരിയ, അത് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് പോവാം. സോ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്കിമ്മിങ് ചെയ്ത് കഴിഞ്ഞ് വൺസ് യു സ്റ്റാർട്ട് റീഡിങ് ദ ക്വസ്റ്റ്യൻ, യു അണ്ടർലൈൻ ദ കീവേഡ്സ്, റൈറ്റ്? ആ അണ്ടർലൈനിങ് നടത്തുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ മാത്രം നിങ്ങൾ അവിടെ യെസ് ഐ ഹവ് റെഡ് ഇറ്റ് സംവെയർ അറൗണ്ട് ഹിയർ എന്നുള്ളത് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടും. അപ്പോൾ അവിടേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വെരി ഈസി മാർക്സ് ആണ് കിട്ടുന്നത് സെക്ഷൻ 1ൻ്റെ കേസിൽ. സോറി സ്ലൈഡ് മാറിപ്പോയതാണ്. സ്കാൻ ഫോർ ദ ആൻസേഴ്സ്, ഇഗ്നോർ അൺനെസസറി ഡീറ്റെയിൽസ്. ഓക്കെ, ചോദിച്ചത് എന്താണോ അതിന് മാത്രം നമ്മൾ ആൻസർ ചെയ്തു പോകാം. നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻ അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പോൾ 2 words എന്ന് പറഞ്ഞാൽ 2 wordsൽ നിൽക്കുക. 2 words ക്രോസ് ചെയ്യാൻ നോക്കണ്ട. ക്രോസ് ചെയ്താൽ കൂടി ദാറ്റ് വിൽ ബി wrong. Okay, so ignore unnecessary details, focus on the keyword and act accordingly. Okay, now let's look into the strategies that can happen, that you can use in certain types. Okay, section 1 strategy എന്ന് പറയുന്നത്, the first thing I said, brochures, ads, notices. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് ആയിരിക്കും അല്ലേ, ഷോർട്ട് ടെക്സ്റ്റ് ആണ്. സോ യു ക്യാൻ റീഡ് ഓൾ ദ ഷോർട്ട് ടെക്സ്റ്റ് ഫസ്റ്റ്. അത് പെട്ടെന്ന് വായിച്ച് തീർക്കാവുന്ന ഒരു കാര്യമാണ്. മാച്ച് ദ ഇൻഫർമേഷൻ കെയർഫുള്ളി. ക്വസ്റ്റ്യൻ ടൈപ്സ് കിട്ടി, അപ്പോൾ ഇന്നത് ഏതിലാണ് എന്നുള്ളത് മിക്കവാറും മാച്ചിങ് ദ ഇൻഫർമേഷൻ സ്റ്റൈലിലേക്കായിരിക്കും പോവുക. സോ മനസ്സിലാക്കുക തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എവിടെയാണ് കിടക്കുന്നത്. യു ക്യാൻ റൈറ്റ് ദാറ്റ് ഡൗൺ. ഫോക്കസ് ഓൺ ദ കീവേഡ്സ്. എഗെയിൻ ഫോക്കസ് ഓൺ ദ കീവേഡ്സ്. ഇറ്റ് ഈസ് വെരി ഈസി, യു ഡോണ്ട് ഹാവ് ടു റഷ്. പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള കോണ്ടെക്സ്റ്റ് ആയിരിക്കും, ഷോർട്ടായിരിക്കും, ഈസിയാണ്. ഓക്കെ, സോ യു ക്യാൻ കംപ്ലീറ്റ് യുവർ സെക്ഷൻ 1 ലൈക്ക് മേ ബി വിത്തിൻ 10 to 15 minutes. ഇറ്റ്സ് മോർ ദാൻ എനഫ്. നമ്മൾ അതിന് വേണ്ടി പലപ്പോഴും എന്താ ഉണ്ടാവുകയെന്നറിയോ, റീഡിങ്ങിൽ ചില ക്വസ്റ്റ്യൻ ടൈപ്സിൽ നിങ്ങൾ ഓൾറെഡി ആൻസർ കണ്ടുപിടിച്ചു, പക്ഷെ പിന്നീട് നിങ്ങൾക്ക് ഡൗട്ട് വരും. വീണ്ടും അതുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, ബട്ട് സ്റ്റിൽ ആ ഡൗട്ട് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ രണ്ടാമത് വായിക്കാനിരിക്കും. ടൈം പോണത് അറിയില്ല. പിന്നെ വായിക്കുമ്പോൾ തോന്നും ഓക്കെ ഇതല്ല അതാണ് കറക്റ്റ് എന്ന്. അപ്പോൾ രണ്ടാമത് നിങ്ങൾ കട്ട് ചെയ്ത് കറക്റ്റ് വേറെ ആയിട്ട് ആൻസർ എഴുതും. മെജോറിറ്റി ഓഫ് ദ ടൈം വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് യുവർ ഫസ്റ്റ് ഗെസ് ആണ് മിക്കവാറും കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. കൂടുതൽ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലംസ് കൂടുന്നത്. സോ ഡോണ്ട് ഓവർ തിങ്ക്. ഓക്കെ,
നമ്മൾ ഈ ലിറ്ററൽ മീനിങ്ങിലേക്കൊക്കെ പോകുമ്പോഴാണ് ഈ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. നൗ സെക്ഷൻ 2 എന്ന് പറയുന്നത് വർക്ക് പ്ലേസ് കോണ്ടെക്സ്റ്റ്. ഞാൻ പറഞ്ഞു എറ്റിക്കറ്റ്സ് ആവാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് പ്ലേസ് കോണ്ടെക്സ്റ്റ്, റൂൾസ്, ഡ്യൂട്ടീസ്, റൂൾ, റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അതിലുണ്ടാവുന്നത്. ലുക്ക് ഫോർ പാരാഫ്രേസിങ്. ഇവിടെ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? സിനോണിംസും പാരാഫ്രേസ്ഡ് വേർഷൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ വരുന്നത്. നെവർ അസ്യൂം യുവർ ആൻസേഴ്സ്. ഞാൻ ഊഹിച്ചു എഴുതി, നോ, നോട്ട് ഡൺ. ബിലീവ് മീ, ദാറ്റ് ഡസൻറ്റ് വർക്ക് ഔട്ട്. യു ഹാവ് ടു റീഡ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി സിനോണിം. അതല്ലെങ്കിൽ പാരാഫ്രേസ് വേർഷൻ ആണെങ്കിൽ അത് മനസ്സിലാക്കി തന്നെ നമ്മൾ ചെയ്യണം. ഓക്കെ, സോ ദിസ് ക്യാൻ ടേക്ക് അപ് ടു ലൈക്ക് അറൗണ്ട് 15 to 20 minutes. 20 minutes മാക്സ് നമുക്ക് ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഈ ഒരു ടൈമിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ടോൾഡ് യു സെക്ഷൻ 3 കുറച്ച് ഡിഫിക്കൽട്ടാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടു സം എക്സ്റ്റെൻറ്റ് നമുക്ക് ആ ടൈം മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നൗ സെക്ഷൻ 3, read the questions first. Very important. Read the question first. Read paragraph by paragraph. വേഗത്തിലൊന്ന് വായിച്ചു നോക്കുക, സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈച്ച് പാര ഈസ് അബൌട്ട്. ഫോക്കസ് ഓൺ ദ മെയിൻ ഐഡിയ, നോട്ട് ഓൺലി ദ കീവേഡ്. ഇവിടെ മെയിൻ ഐഡിയ കൂടി ഫോക്കസ് ചെയ്തേ പറ്റൂ. അഗെയിൻ സെയിം ലൈക്ക് ടു, ഇവിടെ എന്താ വരുന്നത്? ഇവിടെ വരുന്നത് സിനോണിംസും പാരാഫ്രേസ്ഡ് വേർഷൻസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, നൗ 20 to 25 minutes. So overall the first section 15 minutes, second session 20 minutes and the last session 25 minutes. So ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ടൈം മാനേജ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, നൗ true false not given section. I told you we have different question types. അത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ടൈപ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സ്ട്രാറ്റജി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം എന്നുള്ളത്. ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഹാവ് ദ സെയിം മീനിങ്. അതിൻ്റെ അതേ കറക്റ്റ് ഇൻഫർമേഷൻ തന്നെയായിരിക്കും പാസേജിൽ കിടക്കുന്നത്. ട്രൂ ആണ്. ഓപ്പോസിറ്റ് മീനിങ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആണ് പാസേജിൽ കിടക്കുന്നതെങ്കിൽ ദാറ്റ് ബിക്കംസ് ഫാൾസ്. നോ ഇൻഫർമേഷൻ ഓർ ഓൺലി ഹാഫ് ഓഫ് ദി ഇൻഫർമേഷൻ ഇസ് ഗിവൻ, ദാറ്റ് ബിക്കംസ് നോട്ട് ഗിവൻ. Tension arises like, or you get confused between false and not given. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ടൈപ്പ്, ഒരു റീഡിങ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഐഡിയയും കിട്ടില്ല ഏത് ക്വസ്റ്റ്യൻ ടൈപ്പാണ് എനിക്ക് ഡിഫിക്കൽട്ട് എന്നുള്ളത്. ഒരു 4 to 5 റീഡിങ്സ് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏത് ക്വസ്റ്റ്യൻ ടൈപ്പിലാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്. നൗ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, what we recommend is you practice on those questions. നമുക്ക് പാസേജ് പല പാസേജസ് കയ്യിലുണ്ടാവും. അപ്പം ഓരോന്നിനും ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞ രീതിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇംപ്രൂവ് യുവർ സെൽഫ്. ഓക്കെ, സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. റീഡിങ്ങിന് ദർ ഇസ് നോ ഈസി മെത്തേഡ്. റീഡ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ റീഡ് ചെയ്തേ പറ്റൂ. IELTSൽ എന്തെങ്കിലും ഈസി ടിപ്പ് ഉണ്ടോ ജയിക്കാനായിട്ട്? റീഡിങ് മൊഡ്യൂളിൽ എന്താ? റീഡ് ചെയ്യണം. റൈറ്റിങ്ങിൽ എന്താ? റൈറ്റ് ചെയ്യണം. അല്ലാണ്ട് വേറെ വഴിയില്ല. ലിസൺ ചെയ്തേ പറ്റൂ. സ്പീക്കിംഗ്, യു വിൽ ഹാവ് ടു സ്പീക്ക് ഔട്ട്. ദർ ഇസ് നോ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് എക്സാം പാസ്സാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. അതൊരു ഭയങ്കര ഫോർമാലിറ്റിയിലേക്ക് കിടക്കുന്ന ഒരു ഇതിലേക്ക് പോകും. IELTS is not about formality. Okay, particularly when it comes to speaking, is there any kind of template that you can use when it comes to the speaking part, or is there any kind, of course റൈറ്റിങ്ങിലേക്ക് കിടക്കുമ്പോൾ കുറച്ച് ഫോർമൽ ആയിട്ടുള്ളതുണ്ട്. നമുക്ക് essay റൈറ്റിങ്ങിൽ വരുന്നുണ്ട്. ലെറ്റർ റൈറ്റിങ്ങിൽ ഫോർമൽ, ഇൻഫോർമൽ ആൻഡ് സെമി ഫോർമൽ. വിൽ ഗെറ്റ് ബാക്ക് ടു ദാറ്റ് വീഡിയോ another day, no problem. So today let's focus on the reading module. Okay, so ഈ പറയുന്ന കാര്യം ഒരു 5-6 റീഡിങ് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏതൊരു പെർട്ടിക്കുലർ ഏരിയ, ഏതൊരു ക്വസ്റ്റ്യൻ ടൈപ്പിലാണ് യു ആർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട്. നൗ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, then you focus on that particular question type. You practice questions regarding that. Once you improve, then you can go move on. Okay, so എപ്പോഴും തുടക്കം മുതലേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമർ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് ഡേ ഓക്കെ ഫൈൻ, ടൈമർ വെച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ലെറ്റ് മീ ടേക്ക് മൈ ഓൺ ടൈം. കുറേ അധികം സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ IELTSൽ എന്താ പ്രോബ്ലം? 1 hour ഡ്യൂറേഷൻ, അത് കറക്റ്റാണ്. അപ്പോൾ ആ 1 hour ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. സോ ഡേ 1 ഓൺവേർഡ്സ് ടൈമർ വെച്ച് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഓക്കെ, നൗ when it comes to true false not given, don't use your own knowledge. Okay, facts are given, act accordingly. The next one is matching questions. Matching questions lenda, read the options first. Okay,
Read the options first. Match ideas, not just words. Use elimination. Don't overthink. Matching questions or matching information. ഏതൊരു ഇതിലാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി സം ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ് വിൽ ബി ഗിവൻ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പ് ടാക്കിൾ ചെയ്യേണ്ടതെന്നുള്ളത് വിത്ത് കോണ്ടന്റ് നമുക്ക് നോക്കാം. ഓക്കെ, നൗ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അഗെയിൻ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ആ സെൻറ്റൻസ് അങ്ങനെ തന്നെ എഴുതാൻ നോക്കും. ഡോണ്ട് ഡൂ ദാറ്റ്. ഓക്കെ, എ ബി സി ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ എ ആണോ ബി ആണോ സി ആണോ അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്, ട്രൈ ടു പ്രഡിക്റ്റ് ദി ആൻസർ, eliminate the wrong options and choose the best matching meaning. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൾമോസ്റ്റ് എവിടെയാണ് ആ പാസേജിൽ കിടക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വായിച്ച് എലിമിനേറ്റ് ചെയ്യുക. അത് എലിമിനേറ്റ് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടെത്താം. ഓക്കെ, എക്സാം ഡേ ടിപ്സ് ആണ് ഇനി പറയുന്നത്. റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് വെരി കെയർഫുള്ളി ബിക്കോസ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനും ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ കട്ടായിട്ട് തന്നിട്ടുണ്ടാവും. Don't spend too long on one particular question. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഓക്കെ ഐ നോ ദ ആൻസർ, തൊട്ട് മുമ്പിൽ ഞാൻ ഇപ്പോൾ തന്നെ വായിച്ചേ ഉള്ളൂ, ലെറ്റ് മീ ജസ്റ്റ് ഹാവ് ഇറ്റ് വൺസ് അഗൈൻ, ലെറ്റ് മീ ലുക്ക് അറ്റ് ഇറ്റ്. ബിലീവ് മീ, ആ ടൈം അവിടെ പോയി. നമുക്ക് പിന്നെ ഒരു യാതൊരു ഐഡിയ ഉണ്ടാവില്ല ടൈം ഇങ്ങോട്ട് പോണത്. ഓക്കെ, സോ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ദ ആൻസർ, ലീവ് ഇറ്റ്, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഗെസ് ഇഫ് അൺഷുവർ, നോ നെഗറ്റീവ് മാർക്സ്, വിച്ച് മീൻസ് നിങ്ങൾക്ക് അവസാനം ഗെസ് വർക്ക് ചെയ്യാം. ഇനി ഗസ് വർക്ക് ചെയ്തു, തെറ്റിയതിന് നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞ പരിപാടി അവിടെ വരുന്നില്ല. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, സ്റ്റേ കാം ആൻഡ് ഫോക്കസ്ഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റീഡിങ് കിട്ടി, റീഡിങ്ങിൻ്റെ വലിപ്പം കണ്ടു, ആകെ ടെൻഷൻ കയറി, മൊത്തത്തിൽ ബ്ലാങ്കായി, വർക്കൗട്ട് ആവില്ല. കാം, ഫോക്കസ്ഡ് വിൽ ഹെൽപ്പ് യു ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഓക്കെ, നൗ ദാറ്റ്സ് ഇറ്റ്. സോ വൺസ് അഗൈൻ ജനറൽ റീഡിംഗ് മൊഡ്യൂൾ എന്തിനായിരുന്നു? നമ്മൾ വർക്ക് റിലേറ്റഡ്, PR, മൈഗ്രേഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റീഡിംഗ് ആണ് വരുന്നത്. നോട്ടീസസ്, ബ്രോഷേഴ്സ്, സെക്ഷൻ 1, 2, 3 ഐ ഹവ് ടോൾഡ് യു വാട്ട് ഇറ്റ് ഈസ് അബൌട്ട്. സോ വെരി ഷോർട്ട് ആയിരിക്കാം, ബട്ട് ദ തിങ് ഈസ് പാരാഫ്രേസിങ്, സിനോണിം കുറച്ചും കൂടി ഈസിയാണ് അക്കാഡമിക്കിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, ജനറലും അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ബട്ട് വിത്ത് ദ കറക്റ്റ് സ്ട്രാറ്റജി നമുക്കത് ഓവർകം ചെയ്ത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. As I said, from day 1 onwards, if you want to practice reading, day 1 onwards, keep a timer and then start practicing. Believe me, ആ ഒരു ടൈമർ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു 1 hourൽ നിങ്ങളുടെ റീഡിംഗ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ധാരണ അവിടെ ഉണ്ടാവില്ല. കാരണം അത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. വിചാരിക്കുന്ന അത്ര കാണുമ്പോൾ തോന്നും നമുക്ക് സിമ്പിളാന്നുള്ളത്. ബട്ട് വെൻ വി സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്, അപ്പം അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണ്. കാരണം വേഗത്തിൽ വായിച്ചു പോകുമ്പോൾ നമുക്ക് സിനോണിം നോക്കണം, പാരാഫ്രേസ്ഡ് വേർഷൻ വേണം, അത് കറക്റ്റാണോ ഇത് കറക്റ്റാണോ, സെക്കൻഡ് ഗെസ് വർക്ക് നടത്തി, മിക്കവാറും ടൈമിൽ സെക്കൻഡ് ഗെസ് വർക്ക് നടത്തുമ്പോൾ അത് റോങ് ആയിരിക്കും. സോ ഇങ്ങനത്തെ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തു ഏതാണോ ബുദ്ധിമുട്ട് തോന്നുന്നത് ആ ക്വസ്റ്റ്യൻ ടൈപ്പിൽ ഫോക്കസ് ചെയ്ത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ദെൻ എഗെയിൻ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നിട്ട് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഐ ബിലീവ് യു അണ്ടർസ്റ്റുഡ് ടുഡേസ് സെഷൻ വിച്ച് വാസ് അബൌട്ട് ജനറൽ reading module, the question types and all, and I'll be back with another video soon. Thank you.